ഹലോ എവരിവൺ, വെൽക്കം ടു ഇൻസൈഡ് റിസർച്ച് അനലിറ്റിക്സ് വീക്ക്ലി മാർക്കറ്റ് റിപ്പോർട്ട്. ഈ ആഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 2025 ഓഗസ്റ്റ് 4 മുതൽ 8 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിദേശ സ്ഥാപന നിക്ഷേപകർ തുടർച്ചയായി നിക്ഷേപങ്ങൾ പിൻവലിച്ചത്, താരിഫ് സംബന്ധമായ ആശങ്കകൾ കൂടിയത്, കൂടാതെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞത് എല്ലാം കൊണ്ട് വിപണിക്ക് ഈ ഒരു വീക്ക് ഒരു തിരിച്ചടിയായിരുന്നു. ഓഗസ്റ്റ് 6 ചേർന്ന RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിൽ റിപ്പോ നിരക്ക് 5.50 തുടരാൻ തീരുമാനിച്ചു. RBIയുടെ പ്രവചനങ്ങൾ 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ ക്വാർട്ടറിൽ പണപ്പെരുപ്പം 4.9% വരെ ഉയർന്നേക്കാമെന്ന് സൂചിപ്പിക്കുന്നു. വിപണിയിലെ പലിശ നിരക്കുകൾ അടുത്ത കാലത്ത് കുറഞ്ഞേക്കില്ല എന്ന സൂചന കൂടിയാണിത്. വിദേശ നിക്ഷേപ സ്ഥാപകരായ FIIs 12,585 കോടി രൂപയ്ക്കാണ് ഓഹരികൾ സെൽ ചെയ്തത്. DIIs ആകട്ടെ 25,885 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. നെറ്റ് നോക്കുമ്പോൾ 13,299 കോടി രൂപയ്ക്ക് ബൈ ചെയ്തിട്ടുണ്ട്. പ്രധാന ഇൻഡെക്സസ് ആയിട്ടുള്ള നിഫ്റ്റി 50 0.82% ഇടിഞ്ഞു. നിഫ്റ്റി മിഡ് ക്യാപ് 150 1.14% ഇടിഞ്ഞു. നിഫ്റ്റി സ്മോൾ ക്യാപ് 250 1.91% നഷ്ടം രേഖപ്പെടുത്തി. മേഖലാ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ നിഫ്റ്റി മെറ്റൽ 5% ഉയർന്നത് ശ്രദ്ധേയമായി. മറുവശത്ത് നിഫ്റ്റി IT 7% വരെ ഇടിഞ്ഞു. ഡിഫൻസ് 1%, FMCG 2.3%, ഫാർമ 2.8%, റിയൽറ്റി 2.5% വരെ താഴ്ന്നിട്ടുണ്ട്. അമേരിക്കൻ വിപണിയിൽ അവരുടെ ഇൻഡെക്സ് നോക്കുമ്പോൾ ഡോ ജോൺസ് 0.74% ഇടിഞ്ഞു. S&P 500 0.37% കുറവുണ്ടായി. യൂറോപ്പിൽ FTSE 100 0.36% ഉയർന്നപ്പോൾ ജർമ്മനിയിൽ ഡാക്സ് 3.27% വരെ ശക്തമായി ഉയർന്നു. ഏഷ്യൻ വിപണികൾ നോക്കുമ്പോഴാകട്ടെ കൊറിയയുടെ കോപ്സി 2.95% വരെ ഉയർന്നിട്ടുണ്ട്. ഹോങ്കോങ്ങിന്റെ ഹാങ്സെങ് 1.34% ഉയർന്നിട്ടുണ്ട്. ചൈനയുടെ ഷങ്കായ് കോമ്പോസിറ്റ് 1.83% ഉയർന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ എണ്ണവില $66 താഴ്ന്നു. എന്നാൽ അമേരിക്ക ഇന്ത്യക്കെതിരെ താരിഫ് ഇരട്ടിയാക്കിയതോടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 87.6 USD കോൺഫ്ലിക്റ്റ് ആയി. 10 വർഷ G-Sec yield 6.41 ആയി. സ്വർണ്ണവില ഗ്രാമിന് 10,161 ക്ലോസ് ചെയ്തു. 10 ഗ്രാമിന് 1,01,610 രൂപയാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ വിദേശ നിക്ഷേപ പിൻവലിക്കൽ, താരിഫ് പ്രശ്നങ്ങൾ, രൂപയുടെ ഇടിവ് എന്നിവ ചേർത്ത് ഇന്ത്യൻ ഓഹരി വിപണിക്ക് വെല്ലുവിളികൾ സൃഷ്ടിച്ച ഒരാഴ്ചയായിരുന്നു കഴിഞ്ഞത്. മുന്നിലുള്ള ദിവസങ്ങളിൽ താരിഫ് സംബന്ധമായ കാര്യങ്ങളും RBIയുടെ ധനനയ നടപടികളും വിപണിയുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളായിരിക്കും. ഈ ആഴ്ച ഇന്ത്യൻ ഓഹരി വിപണിയിൽ ശ്രദ്ധേയമായ ഇടിവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഫ്റ്റി 24,350 ക്ലോസ് ചെയ്തപ്പോൾ സെൻസസ് ഏകദേശം 800 പോയിന്റ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്ക ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി തുടരുന്നതിനെ ചൂണ്ടിക്കാട്ടി ഇന്ത്യയുടെ വിൽപ്പനകൾക്ക് താരിഫ് 25% മുതൽ 50% വർദ്ധിപ്പിച്ചതോടെ വ്യാപാര ബന്ധങ്ങളിൽ സമ്മർദ്ദം വർദ്ധിച്ചിട്ടുണ്ട്. ഇതിന്റെ ആഘാതം ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്കും റിഫൈനറി ചെലവുകൾക്കും നേരിട്ട് ബാധിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. റിസർവ് ബാങ്ക് പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്തിയെങ്കിലും ആഗോള അനിശ്ചിതത്വം, വ്യാപാര പ്രശ്നങ്ങൾ, ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങൾ എന്നിവ വിപണി മനോഭാവത്തെ ബാധിച്ചിട്ടുണ്ട്. SBI, ടാറ്റ മോട്ടോഴ്സ്, ഗ്രാസിയം ഇൻഡസ്ട്രീസ് തുടങ്ങിയ പ്രധാന കമ്പനികളുടെ Q1 ഫലങ്ങൾ വിപണി നിരീക്ഷിക്കുന്നു. ആവശ്യകതയും ലാഭമാർജനും സംബന്ധിച്ച മാനേജ്മെന്റ് അഭിപ്രായങ്ങൾ ഓഹരി വിപണിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അമിത വിതരണ ഭീതി, പുതിയ ഉപരോധങ്ങളുടെ സാധ്യത, US റഷ്യ സമാധാന ചർച്ചകളിലെ പ്രതീക്ഷകൾ എന്നിവ വരും ദിവസങ്ങളിൽ മാർക്കറ്റിനെ ഇമ്പാക്ട് ചെയ്തേക്കാം. US പ്രസിഡന്റ് ട്രംപ്, റഷ്യൻ പ്രസിഡന്റ് പുടിൻ കൂടിക്കാഴ്ചയിൽ ഉപരോധങ്ങളിൽ ഇളവ് വരുത്തുമോ എന്നതാണ് അടുത്ത ആഴ്ച ഓയിൽ വിലയുടെ ദിശ നിർണ്ണയിക്കാൻ പ്രധാന ഘടകം. ഇതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന കമ്പനികളുടെ ക്വാർട്ടർ ഫലങ്ങൾ, ഡിഫറൻറ്റ് സെക്ടേഴ്സിലെ പുരോഗതികൾ, US ചൈന വ്യാപാര ചർച്ചകൾ, ആഗോള സാമ്പത്തിക സൂചികൾ എന്നിവയും നിരീക്ഷകർ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുന്നുണ്ട്. വിപണിയിലെ ഉയർന്ന വോളറ്റൈലിറ്റിയും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അനിശ്ചിതത്വവും തുടർന്നതിനാൽ സൂക്ഷ്മമായ നിക്ഷേപ സമീപനം എടുക്കേണ്ട സമയമാണിത്. സമീപകാല വിപണി ചലനങ്ങൾ കാണിക്കുന്നത് ആഭ്യന്തരവും ആഗോളവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമ്പത്തിക ഘടകങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുവെന്നാണ്. താരിഫ് വർധന, വിദേശ നിക്ഷേപകരുടെ പിൻവലിക്കൽ, ആഗോള എണ്ണവില മാറ്റങ്ങൾ, ജിയോ പൊളിറ്റിക്കൽ സംഘർഷങ്ങൾ എന്നിവ കാരണം വിപണിയിൽ വോളറ്റൈലിറ്റി തുടരുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. അടുത്ത ആഴ്ചയിലെ കോർപ്പറേറ്റ് ഫലങ്ങളും അന്താരാഷ്ട്ര വാർത്തകളും വിപണി ദിശയെ നിർണ്ണയിക്കും. അതിനാൽ ഇൻവെസ്റ്റേഴ്സ് വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ. ഓരോ ഡിക്ലൈനും ബൈ ഓൺ ഡിപ്പ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കാവുന്നതാണ്. എന്നാൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയുള്ള സമീപനം എപ്പോഴും എടുക്കുക.
അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ട്രേഡിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.